ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാണിക്കോത്ത് ശിവൻ. നീ എന്താ വലിയ വീട്ടുപേര് പറഞ്ഞ എന്റെ മുട്ടുറപ്പിക്കാൻ നോക്ക്. പരിചയമുള്ള പോലീസുകാര് രണ്ടിടി കൂടുതൽ ഇടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ. നിനക്കിപ്പോ എന്താടാ വേണ്ടേ? എടാ കമല, പലിശ സഹിതം ഇനി എത്ര ഉണ്ടടാ കിട്ടാൻ? എനിക്കെന്റെ ചങ്കായിട്ട് തോന്നണമെങ്കിൽ വർഷങ്ങളുടെ ആഴത്തിലുള്ള ബന്ധമൊന്നും വേണ്ട. വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പറ്റുന്നവനാണെന്ന് തോന്നിയാ ജീവൻ പോയാലും വേണ്ടില്ല, വെട്ടി മുറിച്ച് മാറ്റിയിടുന്നതുവരെ കൂടെ നിൽക്കുന്നവന് വേണ്ടി പോരാടും. നിന്റെ ആശാന്റെ അടിതടവ് ഇതിലും മെച്ചമാകാനൊന്നും വഴിയില്ല. നിന്റെ ശരീരത്തിൽ ഒരു പോറല് പോലും ഉണ്ടായിട്ടില്ലല്ലോ. കൂടെ നിന്നാ ആ ഒരു ഉറപ്പ് ഞാൻ ഇന്നും തരാം. എന്റെ ജീവൻ എടുത്തിട്ടേ നിന്റെ അടുത്തെത്തൂ. അതുവരെയുള്ള ഗ്യാരണ്ടി ഞാൻ തന്നിരിക്കും. റസാക്ക് വന്നിട്ട് അധിക നേരമായോ? ഇല്ല മാഡം, വന്നതേ ഉള്ളൂ. നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയതാ, പിന്നെ അറിയാലോ വല്ലാത്തൊരവസ്ഥയിലൂടെയാ കാര്യങ്ങൾ കടന്നു പോകുന്നേ. ഉത്തരം കിട്ടാത്ത കുറേയധികം ചോദ്യങ്ങളിലൂടെയാ ഇപ്പൊ എന്റെ ദിവസം തുടങ്ങുന്നത് തന്നെ. ഒന്നിനും ഉത്തരമില്ല, എന്നാ ചോദ്യങ്ങളുണ്ട് താനും. എന്റെ അന്വേഷണത്തിൽ മാഡം പറഞ്ഞതുപോലുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോ. ഉത്തരങ്ങളില്ല, പക്ഷെ ചോദ്യങ്ങളുമായി നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. രേഷ്മ ആ വീട് അരിച്ചു പെറുക്കിയിട്ട് യാതൊന്നും കിട്ടിയില്ല മാഡം. മാരിയപ്പൻ പറഞ്ഞ സ്ത്രീ കനകലത. ആ പറഞ്ഞ സ്ത്രീയുമായി ഈ പറയുന്ന രേഷ്മയ്ക്കുള്ള ബന്ധവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വിഷ്ണുവേട്ടന്റെ മുഖസാമ്യമുള്ള ശ്രീകുമാർ എന്ന ആളുടെ ബോഡി തന്നെയായിരിക്കും അവിടെ ദഹിപ്പിച്ചത്. മാരിയപ്പന് തെറ്റുപറ്റിയതാവും. ശ്രീകുമാറിന്റെ യഥാർത്ഥ ഭാര്യ തന്നെയാവും ഈ പറയുന്ന കനകലത. രേഷ്മ പേര് മാറ്റി പറഞ്ഞതായിരിക്കുമോ എന്നതായിരുന്നല്ലോ നമ്മുടെ സംശയം. അങ്ങനെയായിരുന്നെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും ഒരു തെളിവ് രേഷ്മയുടെ വീട്ടിൽ നിന്നും കിട്ടണമായിരുന്നു. അപ്പൊ പിന്നെ വിഷ്ണു സാർ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് എവിടെ നിന്നാ മേഡം നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്? എന്റെ മുന്നിൽ നോ ഐഡിയ. ഇനി ഈശ്വരന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്. കാരണം നമുക്ക് മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞു തന്നെ കിടക്കുക. മാഡം, നമുക്കെല്ലാം ശരിയാക്കാം മാഡം. 100 വഴികൾ അടയുമ്പോൾ ഒരു വഴി, നമുക്ക് വേണ്ടി ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരേ ഒരു വഴി. അത് നമുക്ക് വെളിച്ചമേകും എന്ന് തന്നെയാണ് മാഡം എന്റെ വിശ്വാസം. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാ ഞാൻ മാഡത്തെ അറിയിക്കാം. അല്ലെങ്കിലും ഈ സോമശേഖരൻ സാറിന് എത്ര കിട്ടിയാലും മതിയാവൂല. ആളുകൾ പ്രായിക്കൊണ്ടാ കാശ് തരുന്നേ. ഇതിപ്പോ നമ്മക്കും പ്രാക്ക് മേടിച്ചിരുന്ന മട്ട ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾക്കും ഇഷ്ടമല്ല. എന്തുവാടോ നിന്ന് പിറുവിറുക്കുന്നേ? ഏയ് ഒന്നുമില്ല സാറേ. കുടുംബകാര്യം പറയാണോ അതോ എന്റെ നെഞ്ചത്തേക്ക് കയറുകയാണോ? ഹെൽമെറ്റ് ഉള്ളവനെ ഇല്ലാത്തവനെ ഒക്കെ പിടിച്ചോണം. ഹെൽമെറ്റ് വെച്ചവൻ എന്തിനാ സാറേ പിടിക്കുന്നേ? ഓവർ സ്പീഡ് അല്ലെങ്കിൽ പൊല്യൂഷൻ, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതി പിടിപ്പിക്കടോ. സാറേ ഇതിത്തിരി ഓവറാണ് കേട്ടോ. 10 റെസിപ്റ്റ് ഇല്ലാതെ വിടുമ്പോ ഒരെണ്ണമെങ്കിലും റെസിപ്റ്റ് എഴുതണേ സാറേ. താൻ പറഞ്ഞ പടി നോക്കടോ. റെസിപ്റ്റ് ഒക്കെ ഞാൻ എഴുതിക്കോളാം. ആശാനെ, ചെക്കിങ്. തടയോ നോക്കട്ടെ. നിർത്ത് അങ്ങോട്ട് നോക്ക്. നിർത്ത്.
ജീപ്പിന് എന്തിനോ കൈ കാണിച്ചത്? നമുക്ക് ഇവരെ പോലുള്ള വലിയ വണ്ടിക്കാരെയൊന്നും വേണ്ട. അത്താഴപ്പട്ടിണിക്കാരും കൂലിപ്പണിക്കാരും ഒക്കെ മതി. അവരാവുമ്പോ രസീതും കോടതിയും ഒന്നും വേണ്ട. കയ്യിലുള്ളത് ഇങ്ങ് തന്നിട്ട് പൊക്കോളും. സാറേന്ന് തികച്ച് വിളിക്കുകയും ചെയ്യും. വിടറോ വണ്ടി. വെക്കോ വെക്കോ വെക്കോ. വട്ടെ വട്ടെ വട്ടെ. എന്താടോ യുവമാര് പോകുന്നില്ലേ? നമുക്ക് പണിയുണ്ടാക്കാൻ വന്ന് കിടക്കുകയാണോ? ആ നിൽക്കുന്ന എസ് ഐ സോമശേഖരൻ സാറ് കാശ് വാങ്ങിട്ട് എപ്പ ചോദിച്ചാലും തട്ടാമുട്ടിയാ പറയുന്നേ. അത് നല്ല തട്ട് കിട്ടാഞ്ഞിട്ടാ. അല്ല എസ് ഐയാ ഈ കാക്കിയിട്ടിരിക്കുന്നതുകൊണ്ടേ ആ അച്ഛനെ പറയുന്ന ചീത്തയും കേട്ട് തിരിച്ചു പോകാറാ പതിവ്. ഹ, എന്തിന്? ഇവർക്ക് കാക്കി കൊടുത്തിരിക്കുന്ന എന്തിനാണെന്നറിയോ? കള്ളത്തരം കാണിക്കുന്നവരെ പിടിക്കാൻ. ആ കാക്കി ഇട്ടുകൊണ്ട് ഇവര് കള്ളത്തരം കാണിച്ച പൊതുജനം ഇടപെടും. ഇപ്പൊ നമ്മള് പൊതുജനമാണ്, അപ്പൊ നമുക്ക് ഇടപെടാം. അല്ല പോലീസല്ലേ? നീ വാ കമല. ആ എടാ ഇവിടെ പിരിവ് നടക്കുന്നു. അല്ല ഇവിടെ വണ്ടി പിടിക്കുന്ന കണ്ടില്ലേ? അങ്ങോട്ട് മാറിയിട്. സാറാ പറഞ്ഞു തന്നെ കറക്റ്റ്. പിരിവ് പിരിവ്. എന്നിട്ടിപ്പോ എത്രയായി? വൈകിട്ടത്തേക്കുള്ള കോട്ടക്കുളം ആയോ? അതോ അതിന്റെ അമരവും കഴിഞ്ഞിട്ടുണ്ടോ? നീ എന്താ പോലീസിനെ മര്യാദക്കാരാക്കാൻ ഇറങ്ങിയിരിക്കാണോ? അയ്യോ, സാറിനെ പോലൊരു കർമ്മധീരനായ പോലീസുകാരന്റെ മുഖത്ത് നോക്കി തമാശയ്ക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കാ സാറിപ്പ പറഞ്ഞത്. ഇത്രയും കർമ്മധീരനും ജോലിയോട് 100% നീതി പുലർത്തുന്നവനുമായ സാറിനെ പോലുള്ളവരെ അറിയാതെ സാറേ എന്നങ്ങ് വിളിച്ചു പോവും. നീ എന്താ മുടയായിട്ട് ഇറങ്ങിയിരിക്കാണോ? അല്ല സാറേ, പിരിവിനിറങ്ങിയതാ. കളക്ഷൻ കളക്ഷൻ. സത്യാമ്മയുടെ പലിശ പണം പിരിക്കാൻ കുറച്ചു ദിവസമായിട്ട് മുടങ്ങി കിടക്കുമായിരുന്നു. ഇപ്പൊ ഞാനാ അത് നോക്കുന്നത്. ശിവൻ, മാണിക്കോത്ത് ശിവൻ. നീ എന്താ വലിയ വീട്ടുപേര് പറഞ്ഞ് എന്റെ മുട്ടുറപ്പിക്കാൻ നോക്ക്. പരിചയമുള്ള പോലീസുകാര് 2 ഇടി കൂടുതൽ ഇടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ. നിനക്കിപ്പോ എന്താടാ വേണ്ടേ? എടാ കമല, ആ പലിശ സഹിതം ഇനി എത്ര ഉണ്ടടാ കിട്ടാൻ? 75. ആ 75 രൂപയുണ്ട്. പലിശ ചേർത്താ പറഞ്ഞത്. സാറായതുകൊണ്ട് ഒരു 5 രൂപ കുറച്ചിട്ട് 70 രൂപ തന്നാ മതി. എടാ ജോയിയെ, എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നവനാ. ആ എന്റെ ചരിത്രമൊന്നും ഇവൻ അറിയില്ലെന്നാ തോന്നുന്നേ. സമയം കിട്ടുമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണോ? ആളെ പൊക്കാൻ വരുന്നതിന് മുമ്പ് ആളിന്റെ ബയോഡേറ്റ പൊക്കുന്ന ഒരു പതിവുണ്ട് എനിക്ക്. സാർ ഇങ്ങോട്ട് വന്നേ, ഒരു സ്വകാര്യം പറയട്ടെ. വാ സാറേ.